അപ്പൊ നമ്മുടെ ബ്ലൂട്ടി തയ്യാറായിട്ടുണ്ട്. കണ്ട ഒരു 2 മിനിറ്റ് ഒക്കെ വെച്ചാൽ മതി കേട്ടോ. അപ്പത്തേനും കണ്ട ഈ പൂവിന്റെ ഇതിലുള്ള കളറൊക്കെ കണ്ട നമ്മുടെ വെള്ളത്തേക്ക് വന്നിട്ടുണ്ട്. മിക്സ് ചെയ്യണ്ട. നമ്മുടെ ശരീരത്തിനൊക്കെ ഏറ്റവും നല്ലതാണ്. കുട്ടികൾക്കൊക്കെ ഓർമ്മശക്തിയും ബുദ്ധിശക്തിയൊക്കെ വർദ്ധിക്കാനായിട്ട് ഏറ്റവും നല്ലതാണ് കേട്ടോ. ഈ ആഴ്ച 2 ദിവസമെങ്കിലും കുട്ടികൾക്കും ആർക്കായാലും വലിയവർക്കൊക്കെ ഇന്ന് വയസ്സായി കഴിയുമ്പോ ഓർമ്മക്കൊക്കെ പ്രശ്നം വരുമല്ലോ. അതേപോലെ നല്ലൊരു സൗന്ദര്യവർദ്ധന ടീ കൂടിയാണ് ഈ ബ്ലൂ ടീ. എല്ലാവർക്കും സുൽഫത്ത് ഗ്രീൻ ഡയറിയിലേക്ക് സ്വാഗതം. ഞാനിപ്പോ നിൽക്കുന്നത് എന്റെ ശംഖുഷ്പ ചെടിയുടെ അടുത്താണ്. അപ്പൊ ശംഖുഷ്പ ചെടി കണ്ട നിറച്ച് ഫ്ലവർ ചെയ്തേക്കണേണ്. അപ്പൊ നമ്മുടെ വീട്ടിൽ അത്യാവശ്യം നട്ട് വളർത്തേണ്ട ഒരു ഔഷധ ചെടി തന്നെയാണ് ഈ ശംഖുഷ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. കുട്ടികളുള്ള വീട്ടിലൊക്കെ പ്രത്യേകിച്ചും. എന്നാ വെച്ചാൽ കുട്ടികൾക്കൊക്കെ ഈ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയൊക്കെ വർദ്ധിപ്പിക്കാനായിട്ട് ഏറ്റവും നല്ലതാണ് ഈ ശംഖുഷ്പം. അപ്പൊ ശംഖുഷ്പം നമുക്ക് ടീ ഒക്കെ ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുത്താൽ മതി. അപ്പൊ ശംഖുഷ്പം എന്ന് പറഞ്ഞാൽ കണ്ട ഇതേപോലെ ഒരു വള്ളി ചെടിയായിട്ട് പടരണതാണ് ഈ ശംഖുഷ്പം. കണ്ട ഇതേപോലെ ഒരു വള്ളി. അപ്പൊ നമുക്ക് ഒരു കോലുമലോ അല്ലെങ്കിൽ ഒരു കമ്പിമലോ അല്ലെങ്കിൽ നമുക്ക് നമുക്ക് ആവശ്യമില്ലാത്ത ഒരു പാഴ്മരത്തുമലൊക്കെ നമുക്ക് ഈ ശംഖുഷ്പം ഇങ്ങനെ പടർത്തിയിട. കണ്ട ഡെയിലി പൂക്കളായിരിക്കുള്ളൂ കേട്ടോ. നമുക്ക് ഡെയിലി പൂ പറിച്ചെടുക്കാൻ പറ്റുന്ന രൂപത്തിൽ നമുക്കിപ്പോ ഒരു ഗ്ലാസ് ടീ ഒക്കെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഒരു 2-3 ഫ്ലവർ മതി. കാരണം നിങ്ങൾ ഈ ശംഖുഷ്പം കണ്ടില്ലേ, ഇതിങ്ങനെ കൂടുതൽ പെറ്റൽസ് ഉള്ള ഒരു ശംഖുഷ്പമാണ്. ഒറ്റ പെറ്റൽസിന്റെ അല്ല. പിന്നെ നല്ല കളറാണ്. കണ്ട കാണാൻ നല്ല ഭംഗിയാണ്. നമുക്കൊരു അലങ്കാര ചെടിയായിട്ട് നട്ടു വളർത്താൻ പറ്റിയാണ് നമ്മുടെ ഗാർഡനിലൊക്കെ. പിന്നെ ശംഖുഷ്പത്തിന്റെ ഇലയും തണ്ടും പൂക്കളും ഒക്കെ ഔഷധ ഗുണമുള്ളത് തന്നെയാണ്. നമുക്ക് ഷുഗർ പേഷ്യൻസിനൊക്കെ ഷുഗറൊക്കെ കൺട്രോൾ ചെയ്ത് നിർത്താനൊക്കെ നല്ലതാണ് നമ്മൾ ഇത് സ്ഥിരമായിട്ട് കുടിക്കണതൊക്കെ. അപ്പൊ നമുക്ക് ഇതിന്റെ വിത്ത് പാകി മുളപ്പിച്ചിട്ടാണ് നമ്മ തൈകൾ ഉണ്ടാക്കണത്. കണ്ട ഇപ്പൊ ഇതിന്റെ ഫ്ലവർ ഉണ്ടായി കഴിഞ്ഞാൽ ഇതേപോലെ പയറ് പോലെ വിത്തുകൾ ഉണ്ടാവും. അപ്പൊ ഇതിന്റെ ഉള്ളിലൊക്കെ പയറുമണി പോലെ വിത്തുകളാണ്. അത് പാകി മുളപ്പിച്ചിട്ടാണ് നമ്മ തൈ നടണത്. പിന്നെ നമുക്ക് ഇപ്പൊ ഈ മഴ ടൈമിലൊക്കെ നമുക്ക് ഇതിന്റെ കമ്പ് മുറിച്ച് നട്ടിട്ട് പുതിയ തൈകൾ ഉണ്ടാക്കാട്ടോ. അപ്പൊ നമുക്ക് ചെടിച്ചട്ടിയിലൊക്കെ ഞാനിപ്പോ ഇവിടെ കണ്ട ഒരു ചെറിയ ചട്ടിയിലാണ് ഇത് നട്ടു കൊടുത്തേക്കണത്. എന്നിട്ട് ചട്ടിന്ന് ഇതിങ്ങനെ പടർന്ന് ഇങ്ങനെ പോയേക്കണേണ്. കണ്ട ഇവിടെ ചട്ടിയില നമ്മ ഇതിന്റെ കണ്ട ഈ ചട്ടിയിലാ നട്ടു കൊടുത്തേക്കണ. കണ്ട ഒരു ചട്ടി നട്ടിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ പടർന്ന് ഇങ്ങനെ പോയേക്കണേണ്. അടുത്തുള്ള മരങ്ങളിലൊക്കെ കേറിയിട്ട് കിടക്കണേണ്. ഇതിപ്പോ നമുക്ക് പറിച്ചെടുക്കാനൊക്കെ നല്ല എളുപ്പമാണ്. അതേപോലെ ഞാനിവിടെ ഒരു പാഴ്മരത്തുമ്മലും ഇത് പടർത്തി ഇട്ടിട്ടുണ്ട്. അപ്പൊ ശംഖുഷ്പത്തിന്റെ ഇവിടെ ഒരു 4 വെറൈറ്റി ഉണ്ട് കേട്ടാ. വെള്ള ശംഖുഷ്പുണ്ട്, ഒറ്റ ഇതളിന്റെ ശംഖുഷ്പുണ്ട്, അതേപോലെ ലൈറ്റ് ബ്ലൂ കളറിലുള്ള ശംഖുഷ്പവും ഉണ്ട്. അപ്പൊ ശംഖുഷ്പം എന്ന് പറഞ്ഞാല് മരുന്നുകളുടെ ആവശ്യത്തിനൊക്കെ ഒരുപാട് പേര് മേടിക്കണാണ് ഈ ശംഖുഷ്പം. ശംഖുഷ്പത്തില് നമുക്കിപ്പോ അകാലനര അതേപോലെ ശരീരത്തിലൊക്കെ ചുളിവുകള് തടയാനുള്ള കഴിവും കൂടി ശംഖുഷ്പത്തിന് ഉണ്ട് കേട്ടോ. ഇപ്പൊ നമുക്ക് ടീ ഉണ്ടാക്കാനാണെങ്കിൽ ഇപ്പൊ ഒരു ഗ്ലാസ് നല്ല ചൂടുവെള്ളം എടുത്താൽ മതി. ബ്ലൂ ടീ എന്ന് പറഞ്ഞാൽ കുടിക്കൂല. അത് ഈ ശംഖുഷ്പത്തിന്റെ ഫ്ലവർ വെച്ചാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ശംഖുഷ്പത്തിന്റെ ഫ്ലവർ ആയിട്ട് നമുക്ക് ഓൺലൈനിൽ നിന്നൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും ഇതിന്റെ പൗഡർ ആയിട്ടൊക്കെ. പക്ഷെ നമ്മുടെ വീട്ടിൽ നട്ട് വളർത്തിയാൽ മാത്രമേ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടില് നട്ട് വളർത്തുമ്പോന്ന് വെച്ചാൽ നമ്മ യാതൊരുവിധ കെമിക്കലോ അല്ലെങ്കിൽ മറ്റുള്ളതൊന്നും അടിക്കൂലല്ലോ. മേടിക്കണ ഫ്ലവറൊക്കെ നമുക്ക് എങ്ങനെയെന്ന് അറിയാൻ പറ്റൂല. പിന്നെ പൗഡർ എന്ന് പറഞ്ഞു വരുന്നത് നമുക്ക് വിശ്വസിച്ച് മേടിക്കാൻ പറ്റൂല. അപ്പൊ നമ്മുടെ വീട്ടില് ഒരു ശംഖുഷ്പ ചെടി ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ബ്ലൂ ടീ ഒക്കെ നമുക്ക് തന്നെ നമ്മുടെ വീട്ടിലുണ്ടാകാൻ യാതൊരു പ്രയാസം ഇല്ലട്ട. ബ്ലൂ ടീ ഒക്കെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇതേപോലെ ചെറിയ മരമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ശംഖുഷ്പം കണ്ട ഇതേപോലെ പടർത്തിയിടണ്ട. ഇത് നിറച്ച് ഇതേപോലെ ശാഖകളൊക്കെ വന്നിട്ട് നിറച്ച് ഫ്ലവർ ആയിരിക്കുള്ളൂ. കാണാൻ നല്ല ഭംഗിയായിരിക്കുള്ളൂ. ഇത് ഫ്ലവർ ഇങ്ങനെ ഉണ്ടായി നിൽക്കണ കാണാൻ. ഞാനിപ്പോ ഇത് നമ്മുടെ ഇവിടെ വെള്ളക്കെട്ടൊക്കെ ഉള്ള കാരണം ഞാനിതൊരു ഗ്രോ ബാഗിലാണ് നട്ട് കൊടുത്തേക്കണത്. ഗ്രോ ബാഗിൽ മരത്തുമ്മലേക്ക് കയറി കിടക്കണാണ്. കണ്ട അപ്പൊ ഇതാണ് നമ്മുടെ ശംഖുഷ്പം. എന്താ ഭംഗി നോക്കിയ നല്ലൊരു കളറാണ് ഈ ശംഖുഷ്പത്തിന്. കണ്ട അപ്പൊ ഇതാണ് വെള്ള ശംഖുപുഷ്പം. വെള്ള ശംഖുപുഷ്പം ഞാൻ ഇതേപോലെ ഒരു മരത്തേലാണ് പടർത്തിയിട്ടേക്കണ. കണ്ട ഇതാണ് കാണാൻ നല്ല ഭംഗിയുള്ള ഫ്ലവറാണ്. കണ്ട നല്ല പ്യുവർ വൈറ്റ് ആണ്. പിന്നെ ഇത് ഒറ്റതൾ നിങ്ങൾ കണ്ടിരിക്കുന്ന ശംഖുപുഷ്പമൊക്കെ ഇതേപോലെ ഒറ്റതളിന്റെ ശംഖുപുഷ്പം ഒരുക്കുള്ളൂ. പക്ഷെ നമ്മുടെ ആ നീല നല്ല ഡബിൾ പെറ്റൽ ഇഷ്ടം പോലെ പെറ്റലുള്ള ശംഖുപുഷ്പമാണ്. അപ്പൊ ശംഖുപുഷ്പമൊക്കെ കണ്ട നമുക്ക് ഇതേപോലെ വല്ല മരത്തുമലൊക്കെ നമുക്ക് പടർത്തിട്ട് കഴിഞ്ഞാല് നമുക്ക് നമ്മുടെ ആവശ്യത്തിന് ഫ്ലവർ എടുക്കുകയും ചെയ്യാം. അപ്പൊ ഈ വെള്ള ശംഖുപുഷ്പത്തിന്റെ വേരെന്നൊക്കെ പറഞ്ഞാല് ശരീരത്തിലെ വിഷാംശമൊക്കെ കളയാനായിട്ട്
എടുക്കേണ്ടതാണ് കേട്ടോ. അപ്പൊ വെള്ള ശംഖുപുഷ്പം നമ്മുടെ വീട്ടിൽ അത്യാവശ്യം വെച്ചുപിടിപ്പിക്കേണ്ടതാണ്. നമുക്കൊരു നല്ല അലങ്കാര ചെടി തന്നെയാണ്. നിറച്ച് ഫ്ലവർ ഉണ്ടായി നിൽക്കുമ്പോ നല്ല കാണാൻ നല്ല ഭംഗിയാണ്. ഈ പൂക്കൾ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പൊ നമുക്ക് ബ്ലൂ ടീ ഉണ്ടാക്കാനായിട്ട് നമുക്ക് കുറച്ച് ശംഖുപുഷ്പം നമുക്ക് വിളവെടുക്കാം. കണ്ട, നമുക്ക് പുതിയ ഇതൊക്കെ ഫ്രഷ് ആയിട്ടുള്ള ശംഖുപുഷ്പമാണ്. കണ്ട, ഇതിപ്പോ വിരിഞ്ഞ നല്ല ഇന്ന് വിരിഞ്ഞേക്കണ ശംഖുപുഷ്പമാണ്. അപ്പൊ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഇത് ഉണക്കിയൊക്കെ വെക്കാട്ടാ. പൂക്കളായിട്ട് നമുക്ക് ഉണക്കി വെക്കാം. ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുണ്ട് ശംഖുപുഷ്പത്തിന്റെ ഫ്ലവർ ഒക്കെ ഉണ്ടോന്ന് വിൽപ്പനൊക്കെ ആയിട്ട്. അപ്പൊ നമുക്ക് അധികം ഉണ്ടെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ടാകുകയാണ് നമുക്ക് ഉണക്കി വെക്കാം. പൗഡറൊക്കെ ആയിട്ട് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ആവശ്യത്തിന് ഫ്ലവർ ഇല്ലാത്ത സമയത്ത് നമുക്ക് ബ്ലൂ ടീ ഒക്കെ ഉണ്ടാക്കാനായിട്ട് എടുക്കാം. ബ്ലൂ ടീ ഉണ്ടാക്കാനൊന്നും ഒരു പ്രയാസം ഇല്ലാത്തതാണ്. അപ്പൊ നമുക്ക് ഇത് വെച്ചിട്ട് നമുക്കിപ്പോ ബ്ലൂ ടീ ഉണ്ടാക്കാം. അപ്പൊ നമുക്ക് ബ്ലൂ ടീ എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം. അപ്പൊ ബ്ലൂ ടീ ഉണ്ടാക്കാനായിട്ട് നമ്മ ഒട്ടും തന്നെ പാത്രത്തിൽ വെള്ളം ഒഴിച്ച് ശംഖുപുഷ്പത്തിന്റെ ഫ്ലവർ ഇട്ട് തിളപ്പിക്കാൻ പാടില്ല. നമ്മ ഫ്ലവർ കണ്ട ഇതേപോലെ ഇതിന്റെ ഈ പൂവിന്റെ നെറ്റ് ഇതൊക്കെ കളയണം. കളഞ്ഞിട്ട് വേണം നമുക്ക് ഈ ഫ്ലവറിന്റെ ഈ പെറ്റൽസ് മാത്രം എടുക്കാൻ പാടുള്ളൂ. കണ്ട ഇതേപോലെ എല്ലാവരും തിളപ്പിക്കാറുണ്ട്, പക്ഷെ തിളപ്പിക്കാനായിട്ട് പാടില്ല കേട്ടോ. അത് ഇതേപോലെ എടുത്താൽ മതി. നമ്മ പെറ്റൽസ് എടുക്കാം. നമ്മ ഒരു ഗ്ലാസ് ഇതൊക്കെ നമുക്ക് ബ്ലൂ ടീ ഉണ്ടാക്കാനൊക്കെ നമുക്കൊരു 3 ഫ്ലവറൊക്കെ മതി കേട്ടാ. അധികം ഫ്ലവറിന്റെ ആവശ്യമില്ല. കണ്ട ഇതേപോലെ നമ്മ പെറ്റല് മാത്രം എടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഇത് ചൂടുവെള്ളം ഉണ്ടാ. ഈ ചൂടുവെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിക്കലാണ്. ഈ നമ്മുടെ പെറ്റൽസിലോട്ട് നമ്മൊരു ഗ്ലാസ്സിൽ കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ ഈ കളറൊക്കെ നമ്മുടെ ഈ വെള്ളത്തേക്ക് വന്നിട്ടുണ്ടാവും. ഇതേപോലെ നമ്മ ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കുകയാണ് വേണ്ടത് കേട്ടോ. അത് കുറച്ചേരി ഇരിക്കണം. കുറച്ചേരി ഇരിക്കുമ്പോഴാണ് കളർ വന്നത്. അപ്പൊ നമ്മുടെ ബ്ലൂ ടീ തയ്യാറായിട്ടുണ്ട്. കണ്ട ഒരു 2 മിനിറ്റ് ഒക്കെ വെച്ചാൽ മതി കേട്ടോ. അപ്പത്തേനും കണ്ട ഈ പൂവിന്റെ ഇതിലുള്ള കളറൊക്കെ കണ്ട നമ്മുടെ വെള്ളത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഇതിലേക്കാണ് നമ്മ നാരങ്ങാ നീരൊക്കെ പിഴിഞ്ഞൊഴിക്കണത്. കണ്ട നല്ല കളർ നോക്കിയ നല്ല കളറാണ്. കണ്ട അപ്പൊ നമ്മ ഈ ഫങ്ഷൻസിനൊക്കെ പോകുമ്പോ നമുക്ക് ബ്ലൂ ടീ കിട്ടാറുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്? അത് ഈ ശംഖുപുഷ്പത്തിന്റെ ഫ്ലവർ വെച്ച് ഉണ്ടാക്കണാണ്. പക്ഷെ നമ്മുടെ വീട്ടിലാണെങ്കിൽ മാത്രമേ നമുക്ക് ഇതിന്റെയൊക്കെ കളറുകളൊക്കെ ഇന്ന് മേടിക്കാൻ കിട്ടുക. നമ്മുടെ വീട്ടിലാണെങ്കിൽ മാത്രമേ നമുക്ക് ഇതേപോലെ ഫ്രഷ് ആയിട്ട് കുടിക്കാൻ പറ്റുള്ളൂ. അപ്പം കണ്ട ശരിക്കും ഇത് നല്ല ഡാർക്ക് കളറാണ്. ശരിക്കും ഒരു 2 പെറ്റലൊക്കെ ഒരു 2 ഫ്ലവറൊക്കെ മതി നമുക്ക് ഒരു ഗ്ലാസ് ബ്ലൂ ടീ ഉണ്ടാക്കാനായിട്ട്. നമുക്ക് ഇനി ഇതിക്ക് നമ്മ ചേർക്കണത് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് നാരങ്ങ, നമ്മുടെ സീഡ്ലെസ് ലെമൺ ആണ് കേട്ടാ. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ സീഡ്ലെസ് ലെമൺ ആണ്. ഇതിലേക്ക് നമുക്ക് നാരങ്ങ കുറച്ച് പിഴിഞ്ഞൊഴിക്കാം. കണ്ട നല്ല കുരുവൊന്നും ഇല്ലാത്ത നല്ല. അപ്പൊ നാരങ്ങ ഒരുപാട് പേരാണ് സീഡ്ലെസ് ലെമൺ ഒക്കെ ഉണ്ടാവുമ്പോ അത് നമുക്ക് നാരങ്ങയുടെ ഉപയോഗത്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുമോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. നമുക്ക് ചെറുനാരങ്ങ നമ്മ എന്തിനൊക്കെ ഉപയോഗിക്കണോ അതേപോലെ നമുക്ക് സീഡ്ലെസ് ലെമൺ ഉപയോഗിക്കണ്ട. നമുക്ക് കണ്ട പിഴിയാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കണ്ട. നീര് തന്നെ കണ്ട. അപ്പൊ നന്നായിട്ട് നീരുണ്ടാവും ഈ സീഡ്ലെസ് ലെമണിൽ. കണ്ട നമ്മ ഒരു കൊച്ചു പീസാണ് എടുത്തത്. കണ്ട നമ്മ ഇതിലേക്ക് ചെറുനാരങ്ങ പിഴിഞ്ഞ് കഴിയുമ്പോ ഇതിന്റെ കളർ ഈ വയലറ്റ് കളർ അവിടെയാണ്. കണ്ട ഇത് നോക്കിയേ നല്ലൊരു കളറായി മാറി. നമ്മുടെ ബ്ലൂ കളറ് നമുക്ക് നല്ലൊരു വയലറ്റ് കളറായി. ഇനി നമുക്ക് പഞ്ചസാര ഇടണോർക്ക് പഞ്ചസാര ഇടാ. മധുരം ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇനി അല്ല എങ്കിൽ ഞാനിപ്പോ ഇവിടെ ഒഴിക്കാൻ പോണത് തേനാണ് ട്ടാ. അപ്പൊ കണ്ട നമുക്ക് ഇതിലേക്ക് കുറച്ച് തേൻ ചേർക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്യണ്ട. നമ്മുടെ ശരീരത്തിനൊക്കെ ഏറ്റവും നല്ലതാണ്. കുട്ടികൾക്കൊക്കെ ഓർമ്മശക്തിയും ബുദ്ധിശക്തിയൊക്കെ വർദ്ധിക്കാനായിട്ട് ഏറ്റവും നല്ലതാണ് ടീ. ആഴ്ച 2 ദിവസമെങ്കിലും കുട്ടികൾക്കും ആർക്കായാലും വലിയവർക്കൊക്കെ ഇന്ന് വയസ്സായി കഴിയുമ്പോ ഓർമ്മക്കൊക്കെ പ്രശ്നം വരുമല്ലോ. അതേപോലെ നല്ലൊരു സൗന്ദര്യവർദ്ധന ടീ കൂടിയാണ് ഈ ബ്ലൂ ടീ. നമ്മുടെ ശരീരത്തിലൊക്കെ ചുളിവുകൾ, പ്രായം കൊണ്ട് ചുളിവുകൾ, അതേപോലെ മുഖത്തൊക്കെ ചുളിവുകളൊക്കെ വന്നതിനൊക്കെ ഏറ്റവും നല്ലതാണ്. പിന്നെ ഷുഗർ പേഷ്യൻസിനൊക്കെ നല്ലതാണ്. അപ്പൊ നമ്മുടെ വീട്ടില് എന്തായാലും എല്ലാരും വെച്ചുപിടിപ്പിക്കേണ്ട
ഒരു ഫ്ലവർ തന്നെയാണ് ശംഖുപുഷ്പം. അപ്പൊ നമുക്കിതൊരു ടേസ്റ്റ് ചെയ്ത് നോക്കാട്ടോ. നല്ല നല്ല ടേസ്റ്റ് ആണ്. നമുക്ക് കണ്ട നമുക്ക് മധുരമൊക്കെ നമ്മുടെ ആവശ്യത്തിന് ചേർക്കാം. മധുരം ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എല്ലാവരും ഇത് ഈ ശംഖുപുഷ്പത്തിന്റെ തൈയൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് ആഴ്ചയിൽ ഒരു 2 ദിവസമെങ്കിലും കുട്ടികൾക്കും വീട്ടിലുള്ളവർക്കൊക്കെ കൊടുക്കുക. ഏറ്റവും നല്ലൊരു ടീ തന്നെയാണ്. ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.